വിശുദ്ധമായ ദിവസങ്ങളിലൂടെയാണ് ഇനി കുറച്ച് നാളുകൾ നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അതിവിശിഷ്ടമായ ദിവസങ്ങൾ, വിശുദ്ധ ഖുർആൻ തന്നെ ആ ദിവസങ്ങളെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലെ ആരാധനകൾ പരിശുദ്ധമാണ്. അതിലെ ആരാധനകൾക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. വ്യത്യസ്തങ്ങളായ ആരാധനാകർമ്മങ്ങൾക്കുള്ള അവസരം കൂടിയാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഇന്നലെ നമ്മുടെ ക്ലാസ് അതായിരുന്നു. ഇസ്ലാഹി സെൻറ്ററിലെ അബ്ദുൽ ലത്തീഫ് മദനിയുടെ ക്ലാസ് അതായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ആമുഖമായി പറയുകയാണ്, വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെട്ട് എല്ലാ സൽക്കർമ്മങ്ങളിലും കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്ന് ഉണർത്തുകയാണ്. നമസ്കാരങ്ങളിൽ, ദിക്റുകളിൽ, ദുആകളിൽ, മറ്റു സൽക്കർമ്മങ്ങളിലെല്ലാം കുറച്ചുകൂടി താല്പര്യം കാണിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹു തആല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ആത്യന്തികമായി വേണ്ടത്, അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് നമ്മളാക്കുന്ന, അഥവാ വിശ്വാസിയെ വിശ്വാസിയാക്കുന്ന, വിശ്വാസിയുടേതായ എല്ലാവിധ സൽഗുണങ്ങളും ജീവിതത്തിൽ നിലനിർത്തുന്ന ആദർശത്തെ സംബന്ധിച്ച് പഠിക്കുക എന്നതാണ്. കാരണം പ്രവാചകന്മാർ മുഴുവനും അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ജനങ്ങളെ മാറ്റിയെടുത്തത്, മാനസികമായി മാറ്റിയെടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനം ചെയ്യാനായി അവർക്ക് നൽകിയ ആദർശത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ ചിന്തിക്കുക. നമ്മളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വിശ്വാസരംഗത്തും ആരാധനാരംഗത്തും സ്വഭാവരംഗത്തും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപാകതകൾ ജീവിതത്തിലുണ്ട് എങ്കിലും മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമാണ്. അതേസമയം മുസ്ലിം മുഅ്മിൻ എന്ന നിലക്ക് കുറേ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന സൽഗുണങ്ങൾ മുഴുവനും, ധാർമ്മിക നിഷ്ഠകൾ മുഴുവനും നമുക്ക് നൽകിയത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസമാണ്. ശരിയല്ലേ? നമ്മുടെ ആദർശമാണ്. തീർച്ചയായും അതാണ് വാസ്തവം. അതല്ലാതെ മറ്റേതെങ്കിലും ഭൗതിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള പഠനമോ, ഏതെങ്കിലും ഭരണാധികാരികൾ നിയമം ആവിഷ്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാമൂലുകളുടെ അടിസ്ഥാനത്തിലോ നമുക്ക് ലഭ്യമായവയല്ല. തീർത്തും വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളിലുണ്ടാക്കിയ ശരിയായ ആദർശത്തെ തുടർന്നാണ്, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നതിനെ തുടർന്നാണ് നമ്മളിലുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 1.5 വർഷം മുമ്പ് ഇതുപോലുള്ളൊരു പഠന രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വലൈക്കും അസ്സലാം. തൗഹീദിൽ നിന്ന് തുടങ്ങി പ്രാർത്ഥനകളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ കുറേ സംഗതികളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി അത് എന്തു ചെയ്യാണ്? ആവർത്തിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ, വിശ്വാസത്തിൽ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ എന്നറിയാൻ, വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒക്കെ. നമുക്കറിയാം നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന്. എന്താണത്? ഇല്ലാലി യാബദു, അല്ലേ? അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യത്തെ മുന്നിൽ വെച്ചാണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്.
ആ ബോധ്യത്തിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതവും. അപ്പോൾ ആരാധനാനിഷ്ഠമായ ഒരു ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ശ്രദ്ധ നമ്മളിലുണ്ടാകും, അള്ളാഹുവിൻ്റെ കരുണ നമ്മളിലുണ്ടാകും, അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള ഫضലുകളും നിഅമത്തുകളും നമുക്കുണ്ടാകും. ശരിയായ മാർഗത്തിലൂടെ സ്വർഗത്തിലെത്തുവോളം സഞ്ചരിക്കാനുള്ള തൗഫീഖുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഞാൻ നേരത്തെ പറഞ്ഞു, സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ ആയത്താണ്. സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ ആയത്താണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി പറയുന്നിടങ്ങളിലെല്ലാം പ്രഭാഷകന്മാർ എടുത്തു പറയാറ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതെല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നെ ആരാധിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി ബലപ്പെടുത്തി പറഞ്ഞാൽ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്, ഇബാദത്തെടുക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇത് ശ്രദ്ധയിൽ വെക്കണം. നമുക്കറിയാൻ വേണ്ടിയാണല്ലോ ഖുർആനിലെ വചനങ്ങൾ. വലഖദ് ബഅസ്ന, നാം തീർച്ചയായും നിയോഗിച്ചിട്ടുണ്ട്, തീർച്ചയായും നാം നിയോഗിച്ചിട്ടുണ്ട്. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമൂഹത്തിലും, കഴിഞ്ഞുപോയ എല്ലാ സമൂഹത്തിലും നാം നിയോഗിച്ചിട്ടുണ്ട്. ആരെ? റസൂലൻ, ഒരു ദൂതനെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ദൂതനെ നാം നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ദൗത്യം? അൻ യഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തു ചെയ്യണേ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തു ചെയ്യണേ എന്ന പ്രബോധനം നടത്താൻ വേണ്ടി. വജ്തനിബുത് താഗൂത്ത, ദുർമൂർത്തികളെ മുഴുവനും വെടിയണം. അള്ളാഹു വല്ലാതെ ആരാധിക്കപ്പെടുന്ന സകല ശക്തികളെയും സകല അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെയും വെടിയണം, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന ദൗത്യ നിർവഹണത്തിനു വേണ്ടി നാം എല്ലാ സമുദായത്തിലും ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രാധാന്യം ആലോചിച്ച് നോക്കി അല്ലേ? അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നത് നമ്മളിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്ന ധർമ്മമാണ്, കടമയാണ്. എങ്കിൽ അത് എങ്ങനെ നിർവഹിക്കണം, എങ്ങനെ നിർവഹിച്ചുകൂടാ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഒരു വിശദീകരണം വേണ്ടേ? ആ വിശദീകരണം നടത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ നിധിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനിൽ വിശ്വസിക്കാൻ, ആ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിലും ആരാധനാ കാര്യങ്ങളിലുമൊക്കെ വിശ്വാസമർപ്പിക്കാൻ സാധിച്ചവരെന്ന നിലക്ക് അൽഹംദുലില്ലാഹ് നമ്മളാരാണ്? സന്തുഷ്ടരാണ്, അഭിമാനിക്കുന്നവരാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിപ്പോൾ പലരും കേട്ടുപോയതാണ്. ഇതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ കേൾപ്പിക്കേണ്ടതുണ്ട്. പലവരും നമ്മൾ കേട്ടുപോയതാണ്, അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എനിക്കും കൂടാണിത്, കുറേ ആയിപ്പോൾ ഇതേപോലെ പറഞ്ഞിട്ട്, മനസ്സിലാകുന്നോ? അപ്പോൾ പൊതുവിഷയങ്ങൾ മാറ്റി അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഊന്നിയുള്ള ക്ലാസ്സുകൾ എന്ന നിലക്ക് അത് പറയുന്ന എനിക്കും കുറച്ച് ഉപകാരപ്പെടും. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, നിനക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ് നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല. നിനക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന്
നാം ബോധനം നൽകിയിട്ടല്ലാതെ. അപ്പോൾ ഒരു പ്രത്യേകമായ ബോധനം നൽകി നാം നിനക്ക് മുമ്പ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം അല്ലേ? പ്രത്യേകമായ ഒരു ബോധനം നൽകിയിട്ട് ഇന്നത് നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന നിർദ്ദേശത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. എന്താണ് ആ ബോധനം? അന്നഹു, അതായത് അത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും ആകയാൽ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്നുമുള്ള ബോധനം. ഇത് നമ്മളെ മനസ്സിലുറപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും സമയം കിട്ടുമ്പോഴും ഒക്കെ വലൈക്കും സലാം നാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്, മൊഴിയാറുണ്ട്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള അടിസ്ഥാനപരമായൊരു വിശ്വാസത്തിൽ ഊന്നിയ ജീവിതമാണ് ആരുടേത്? നമ്മുടേത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്, ഇതിൻ്റെ പ്രാധാന്യം അറിയാൻ കേട്ടോ. അള്ളാഹുവിന് അടിമകളോടും അടിമകളായ നമുക്ക് അള്ളാഹുവിനോടും ചെയ്യേണ്ടുന്ന കുറേ കടപ്പാടുകളുണ്ട്. അതിൽ മുഖ്യമായ ഒരു കടപ്പാടിനെ വിശദീകരിക്കുന്ന ഹദീസാണിത്. പറഞ്ഞോ? അതായത് അള്ളാഹുവിന് അടിമകളോടും അടിമകളായ നമുക്ക് അള്ളാഹുവിനോടും നിവർത്തിക്കേണ്ടുന്ന കുറേ ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതിൽ അടിസ്ഥാനപരമായ കടപ്പാട് വിശദീകരിക്കുന്ന ഒരു ഹദീസ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു റിദ്ഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ യുഖാലു ലഹു ഉഫൈർ. ഞാനൊരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അദ്ദേഹം ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഉഫൈർ എന്ന ആണ് ആ കഴുതയുടെ പേര്. പ്രവാചകൻ അതിൻ്റെ പുറത്ത് സഞ്ചരിക്കെ അതിന് പിറകിൽ ഞാനുമുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാം, ഞാനുമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഫഖാല യാ മുആദ്, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ എന്ന് വിളിച്ചുകൊണ്ട്, മുആദ് ഹൽ തദ്രി ഹഖുല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖുൽ ഇബാദി അലല്ലാഹി. ഹൽ തദ്രി ഹഖുല്ലാഹി അലാ ഇബാദിഹി, അള്ളാഹുവിന് നിർവഹിക്കേണ്ട, അള്ളാഹുവിനായി നിർവഹിക്കേണ്ട അടിമകളുടെ ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? അള്ളാഹുവിന് അടിമകളുടെ മേൽ നിർവഹിക്കേണ്ടുന്ന ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? രണ്ടാൾക്കുണ്ട് ബാധ്യത എന്ന് അതെല്ലാം ചോദിക്കുകയാണ്. അടിമകൾ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യത എന്താണ് എന്ന് നിനക്കറിയോ? അള്ളാഹു അടിമകളോട് കാണിക്കേണ്ടുന്ന ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? ഖാല, അദ്ദേഹം പറയാണ്, ഫഇന്ന ഹഖല്ലാഹി ഖുൽതു, അദ്ദേഹം പറയാണ്, അല്ലാഹു വ റസൂലുഹു അലം, പ്രവാചകരെ അല്ലാഹുവും റസൂലിനെ അറിയുള്ളൂ. എനിക്കറിയില്ല. അതൊരു മര്യാദയാണ്. എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മളങ്ങോട്ട് ചേറി പറയല, മറുപടി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലാണ് പറയലാണ്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ചോദിക്കുന്ന ആളിൽ നിന്ന് വലത് ഉത്തരം അറിവ് കിട്ടുള്ളൂ. മനസ്സിലാകുന്നു? അപ്പം അങ്ങനെയാണ്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അപ്പം തന്നെ ഗൂഗിൾ തപ്പി അങ്ങോട്ട് മറുപടി കൊണ്ട് പറഞ്ഞു കഴിയും. മനസ്സിലാകുന്നു? അപ്പോൾ ചോദ്യം ചോദിച്ച ആൾ എന്താണോ ഒരു മെസ്സേജ്, ഒരു അറിവ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നടക്കാതെ പോകും. അല്ലാഹു റസൂലുഹു അലം, അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനറിയാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു പറഞ്ഞു, ഫഇന്ന ഹഖല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു, അടിമകളായ നമുക്ക് അള്ളാഹുവിന് ചെയ്യാനുള്ള ബാധ്യത അത് അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. എന്താ നമ്മുടെ ബാധ്യത? ഒരുപാട് ബാധ്യതകളുണ്ട്. ഞാൻ അടിസ്ഥാനപരമായ ബാധ്യത അത് പറഞ്ഞത്. എന്താണത്? അയ്യാബുദൂഹു, ആ അടിമകൾ അവനെ ആരാധിക്കുക, അവനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. വലാ യുശ്രികൂ ബിഹി ഷൈആ,
അവനോടുകൂടെ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് വരുമ്പോഴേ പൂർണ്ണമാവുള്ളൂ. അവനെ മാത്രം ആരാധിക്കുക എന്നതിനോടൊപ്പം ചേർത്ത് വിശ്വാസികളായ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് എന്ത്? വലാ യുശ്രികൂ ബിഹി ഷൈആ, അവനോടുകൂടെ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അവൻ്റെ രക്ഷാകർതൃത്വത്തിൽ അവനാണ് സ്രഷ്ടാവ്, അവനാണ് രക്ഷിതാവ്, അവനാണ് പരിപാലകൻ. ക്രമാനുഗതമായി മനുഷ്യരെ വളർത്തി വലുതാക്കി അവർക്ക് ആവശ്യമുള്ളത് അവർ ചോദിച്ചാലും ഇല്ലെങ്കിലും നൽകി വളർത്തിയെടുക്കുന്നവൻ. അങ്ങനെ ഒരു വിശ്വാസം ആരെപ്പറ്റി മാത്രമേ പറ്റൂ? അള്ളാഹുവിനെ പറ്റി മാത്രമേ പറ്റൂ. മനസ്സിലാകുന്നു? അതേപോലെ തന്നെ അവൻ്റെ ആരാധ്യതയിലുള്ള വിശ്വാസം കണിശമായിരിക്കണം. ആരാധിക്കപ്പെടാൻ അർഹൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ആരാധനയുടെ യാതൊരു അംശവും അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലെ യാതൊന്നിനും യാതൊരാൾക്കും നൽകിക്കൂടാ എന്ന ബോധം. അള്ളാഹുവിനാണ് ഏറ്റവും ചന്തമാർന്ന നാമങ്ങളും വിശേഷണങ്ങളുമുള്ളത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ സുന്ദരമായ നാമങ്ങളിലും വിശേഷണങ്ങളിലും മറ്റൊരു വസ്തുവിനെയും മറ്റൊരാളെയും നമ്മൾ എന്ത് ചെയ്തുകൂടാ? പങ്ക് ചേർത്തുകൂടാ. മനസ്സിലാകുന്നു? അപ്പോൾ രക്ഷാകർതൃത്വത്തിൽ, അവൻ്റെ ആരാധ്യതയിൽ, അവൻ്റെ നാമവിശേഷണങ്ങളിലെല്ലാം കണിശമായ വിശ്വാസം നമുക്കുണ്ടാവണം. എന്ത്? ഇതിലൊന്നിലും വേറൊരു വസ്തുവിനും വേറൊരാൾക്കും പങ്കില്ല. അവൻ എല്ലാറ്റിൽ നിന്നും പരിശുദ്ധനാണ്, അവൻ ഏകനാണ് എന്ന ധാരണ നമുക്കുണ്ടാകണം. ഇതാണ് ഹഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ എന്ന് പറഞ്ഞതിൻ്റെ ആശയം. അവനെ ആരാധിക്കുക എന്നതാണ് കടമ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് അവൻ്റെ കടമ. എന്നിട്ട് വഹഖുൽ ഇബാദി അലല്ലാഹ്, എന്നാൽ കാരുണ്യവാനായ റബ്ബിന് നമ്മുടെ മേൽ ബാധ്യതയുണ്ടത്രേ. അല്ല ബാധ്യതയും വേണോ? ഗർഭസ്ഥാവസ്ഥ മുതൽക്ക് ഇന്ന് വരെ എത്തി നിൽക്കുന്നതിൽ പടച്ചോന് പ്രത്യേകമായി നമ്മളോട് വല്ല ബാധ്യതയും കാണിക്കേണ്ടതുണ്ടോ? അതിന് മാത്രം നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? പടച്ചോന് അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സമയം വരെ മനസ്സിലാകുന്നുണ്ടോ? നമ്മളോട് ബാധ്യതയുണ്ടെന്ന്. എന്താണെന്നറിയുമോ? പരമകാരുണികനായ അള്ളാഹുവിന് നമ്മളോട് ചെയ്യേണ്ടുന്ന ബാധ്യത അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക ബിഹി ഷൈഅ. അവനിൽ യാതൊരാളെയും പങ്കു ചേർക്കാത്ത ഏതൊരാളുണ്ടോ അതാരാ? നമ്മൾ. അവനിൽ പങ്കു ചേർക്കാത്ത യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ഏതൊരുവനുണ്ടോ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന് എന്നോടുള്ള കടമ, നമ്മോടുള്ള കടമ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ വിശ്വാസം അടിസ്ഥാനപരമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴും അതിന് വിരുദ്ധമായ അല്ലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദി കലിമത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. അതാണ് ഈ ഖുർആനിൻ്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ വിഷയത്തിലുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സാരോപദേശങ്ങളുടെ മർമ്മം തന്നെ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറയേണ്ടി പോയാൽ മതിയല്ലോ അല്ലേ? നമ്മളിൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, നമ്മളിലുള്ള എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ഇതാണ്. ഈ അടിത്തറയിൽ ഊന്നിയതാണ് നമ്മളിലുള്ള നല്ല വാക്കുകൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല മര്യാദകൾ, നമ്മളിലുള്ള സൽഗുണങ്ങൾ, കരുണാബോധം, അതേപോലെ തന്നെ ഇസ്സത്ത്, ധൈര്യം, നിർഭയത്വം. ഇതൊക്കെ ഏകനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നവയാണ്. ഇത് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ
തൗഹീദിനെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ഈ ധർമ്മത്തെയാണ് പ്രവാചകന്മാരായ പ്രവാചകന്മാരെല്ലാവരും മുൻഗണനാക്രമത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ചെയ്തത്. സഹാബികളെ പ്രവാചകൻ പറഞ്ഞു പഠിപ്പിച്ചത് മുആദ് ബിൻ ജബലിൻ്റെ അല്ലേ റളിയല്ലാഹു അൻഹു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്താനായി മറ്റൊരു പ്രദേശത്തേക്കൊരു സഹാബിയെ നിയോഗിച്ചപ്പോഴും ആദ്യം അവിടെ പോയി പറയേണ്ടത് എന്താണ് എന്ന് പഠിപ്പിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണത്. ഫലമ്മ അർസല മുആദൻ അർസലഹു ഇലൽ യമനി മുഅല്ലിമൻ വഖാദിയൻ വമുഫ്തിയൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അധ്യാപകനായി, ഒരു ന്യായാധിപനായി, ഒരു മുഫ്തിയായി നിയോഗിച്ചു. അറിയാലോ, ചരിത്രം അറിയാലോ നമുക്കല്ലേ, കേട്ടിട്ടുണ്ട്. നബി യമനിലേക്ക് നിയോഗിച്ചു. അപ്പോൾ ആ പറഞ്ഞു വിടുന്ന സന്ദർഭത്തിൽ തൻ്റെ അരുമ ശിഷ്യനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലല്ലോ. നൽകുന്ന ഒരു പ്രത്യേക ഉപദേശമുണ്ട്. യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ലൽ കിതാബ്, യാനി യാ മുആദ് ഇന്നക സതഅതി ഖൗമൻ മിനൽ യഹൂദി വൻ നസാറ എന്നർത്ഥം. മുആദ്, ഞാൻ നിന്നെ നിയോഗിക്കുന്നത്, നീ ചെന്നെത്തുന്നത് ഒരു വിഭാഗം ആളുകൾക്കടുത്തേക്കാണ്. അവർ അഹ്ലു കിതാബിൻ്റെ ആളുകളാണ്. അതാരാ? ജൂതന്മാരും ക്രിസ്ത്യാനിയും. അവരുടെ അടുക്കലേക്കാണ് ഞാൻ നിന്നെ നിയോഗിക്കുന്നത്. ഖാല, പ്രവാചകൻ പറഞ്ഞു, ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടെ പോയിട്ട് അവരെയൊക്കെ കാണുന്നവരോടൊക്കെ ആദ്യമായി നീ പറയേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഒരു നിയോഗത്തിന് ഒരു പ്രത്യേകമായ നിയോഗവുമായി പോകുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ നിയോഗം, എന്താണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പഠിപ്പിച്ച് വിടുകയാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് അദ്ദേഹം എന്താണ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുകൂടി ഉത്ബോധിപ്പിക്കുക. എന്നിട്ട് അവരെ ആ ആദർശത്തിലേക്ക് മാനസികമായി സന്നദ്ധമാക്കുക. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? 5 നേരത്തെ നിസ്കാരം കേട്ടോ, പിന്നെയോ നോമ്പുണ്ട് കേട്ടോ, പിന്നെ ആരാധനാകർമ്മങ്ങളുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലാന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിർബന്ധമായി തീർന്നു. അതിനു മുമ്പ് ആൾക്കാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. നല്ല നല്ല ആരാധന ഉണ്ട്, നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്, നല്ല നല്ല ഗുണങ്ങളുണ്ട്, ചേർന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ശരിയായ റബ്ബിനെ സംബന്ധിച്ച, തൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച, തൻ്റെ ആരാധ്യനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യവും അവന് നിർവഹിക്കേണ്ടുന്ന ബാധ്യതയും അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും തിരിച്ചറിയുമ്പോഴാണ് മറ്റെല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാവുക. ഇടക്കൊക്കെ മറന്നു പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? അല്ലേ? ഇടക്കൊക്കെ ആരിനെ മറന്നു പോകുമ്പോൾ? അള്ളാനെ മറന്നു പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളതുകൊണ്ടാണ്. ചില ആരാധനാകർമ്മങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുമ്പോൾ ഒന്ന് പശ്ചാത്തപിക്കാനും വീണ്ടും ആ ആരാധനാകർമ്മങ്ങൾ തുടരാനും ആ വീഴ്ചകളൊക്കെ നികത്താനൊക്കെ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? എന്തുള്ളതുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഉള്ളതുകൊണ്ടാണ്, നെഞ്ചത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലാവും? അപ്പോൾ ചില സംഗതികൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇതിൻ്റെ ബോധ്യം ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ? അത്തൗഹീദ്, അള്ളാഹുവിനെ ഏകമാക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവനിൽ മാത്രം ആശ്രയം കാണുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായാർത്ഥന നടത്തുക, അവനിൽ നിന്ന് മാത്രം എല്ലാം പ്രതീക്ഷിക്കുക. ഒരു മോമിൻ എപ്പോൾ നോക്കിയാലും ശാന്തഹൃദയനാകും. മോമിൻ എപ്പോഴും ശാന്തഹൃദയനാകും. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ പലതരത്തിൽ അല്ലേ
ഇടപഴകുന്ന സമൂഹങ്ങളിൽ നിന്ന്, ചെയ്യുന്ന ജോലിസ്ഥലങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സുഹൃബന്ധങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന്, അല്ലേ, ജീവിത പ്രാരാബ്ദങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ പല വിധത്തിലുണ്ടാകും. അപ്പോൾ ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നറിയോ? എവിടുന്നാ? അള്ളാഹുവിൽ നിന്നാണ്. കാരണം ഇതൊക്കെയും നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പടച്ചതമ്പുരാൻ്റെ ബല ആണ്, പരീക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ആ പരീക്ഷണങ്ങൾ തന്നവനിൽ നിന്ന് തന്നെ നിവൃത്തി ഉണ്ടാകുമെന്ന് തിരിച്ചറിയുകയും, നാഥാ ഇതെനിക്കുള്ള പരീക്ഷണമാണെന്നറിയാം. മനസ്സിലാകുന്നു? ഏതേത് ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതും നിൻ്റെ പരീക്ഷണമാണ്. എൻ്റെ ഈമാൻ ഒന്ന് കുരുക്കി വെക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പോഴോ വേറെ എവിടെയും പോണ്ട, വേറെ എവിടെയും പോകേണ്ടതില്ല. എവിടെ കൈ നീട്ടിയാൽ മതി? മേലേക്ക് കൈ നീട്ടിയാൽ മതി. പടച്ചവൻ്റെ ഗുണം തന്നെ എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയാ സംഗതി. പ്രവാചകൻ അള്ളാഹുവിൻ്റെ സ്വഭാവം തന്നെ എന്താ? തൻ്റെ ദാസൻ, തൻ്റെ ദാസി തന്നിലേക്ക് ഒരാവശ്യം പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് ആ കയ്യിലൊന്നും നൽകാതെ വിടുക എന്നത് പടച്ചോന് നാണുണ്ടാക്കുന്നു. നമ്മൾ ചോദിച്ചിട്ട് വല്ലതും തരണമെന്ന് അവൻ്റെ വല്ല ബാധ്യതയുണ്ടോ? ഇല്ല. എന്നിട്ടും പ്രവാചകൻ കരുണാമൂർത്തിയായ കരുണാവാരിധിയായ റബ്ബിനെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായി റബ്ബിങ്കലേക്ക് യാതൊരിടയാളനുമില്ലാതെ റബ്ബിലേക്ക് കൈനീട്ടാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് പ്രയാസം മാറാൻ, ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ, രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ, അല്ലേ, ജോലി ലഭിക്കാൻ, ശമ്പളം കൂടാൻ, നാട്ടിലേക്ക് പോവാൻ, വെക്കേഷനൊക്കെ പോണ്ടേ, പോകാൻ, പെരുന്നാൾ കൂടാൻ പോകണമെന്നൊക്കെ ഉണ്ടല്ലോ. ഏതിനും ആവട്ടെ, നിസ്സാരമോ അല്ലെങ്കിൽ വലുതോ ആയ ഏതൊരു സംഗതിക്ക് വേണ്ടിയും ഇടയാളനില്ലാതെ റബ്ബിലേക്ക് കൈ നീട്ടുന്നവൻ്റെ കയ്യിൽ എന്തെങ്കിലും അവൻ്റെ ആവശ്യ നിവൃത്തി നൽകാതെ വെറുതെ വിടുക എന്നുള്ളത്, നിരാശനാക്കി വിടുക എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല. എന്തേന്ന് മനസ്സിലായി? അവനത് തരുന്ന് ഉറപ്പ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹു നമുക്ക് നൽകുന്ന ഉറപ്പതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു നമുക്ക് നൽകുന്ന ഉറപ്പതാണ്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, പാപങ്ങൾ, അതൊരു വലിയ വിഷയമാണ് സംഗതി, അല്ലേ? വലിയൊരു വിഷയമാണ്. നാവുള്ളിടത്തോളം, സംസാരശേഷി ഉള്ളിടത്തോളം നാവിൽ നിന്നുണ്ടാകുന്ന എന്തെല്ലാം, അല്ലേ, തെറ്റുകൾ. ഇന്ന് തന്നെ രാവിലെ മുതൽ ഇത്ര നേരം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു പടച്ചോനെ, അല്ലേ? ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ എത്ര എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ, ഇപ്പോൾ പ്രത്യേക സാഹചര്യം കൂടിയാണല്ലോ, ഉള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും തീർത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നിട്ട് ഇരിക്കുക അവിടെ. ഇവനെ മറ്റേ പാർട്ടിക്കാരനെ, ഈ പാർട്ടിക്കാരനൊക്കെ എന്തെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് പിള്ളേ. ഇനി കിടക്കാൻ നേരത്താണ് അത്ര കണ്ട് എഴുതേണ്ടിയിരുന്നില്ല തോന്നി, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, അല്ലേ? ഒരു മുസ്ലിം എന്ന നിലക്ക് കുറേ സൂക്ഷ്മത പാലിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുക, അല്ലേ? പേനയും നാവും കയ്യും ഒക്കെ വ്യത്യസ്തങ്ങളായ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ, തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത്. ഒരു തെറ്റിനും പടച്ചോൻ വിടില്ല കേട്ടോ. ഇതിത്ര ചെറുതല്ലേ, ഇതിനൊക്കെ പടച്ചോൻ ശിക്ഷിക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഏതൊരു തെറ്റിനും മണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം കാണുന്നല്ലേ, അല്ലേ? അതിനനുസരിച്ചുള്ള ശിക്ഷ പോകും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അണുവിട, ഒരു സെക്കൻഡ്, അതല്ലെങ്കിൽ ഒരു കണ്ണിമ ഈ വെട്ടിമിഴിക്കുന്ന ആ സമയം പോലും നരകത്തിൽ കിടക്കാനുള്ള ശേഷി നമുക്കില്ല കേട്ടോ. അത്ര പോലും ചെയ്ത ചെറിയ തെറ്റിന് അത്ര പോലെ ശിക്ഷയല്ലേ നരകത്തിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസരം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യമായി നമുക്ക് നൽകട്ടെ. അപ്പോൾ ഈ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടാൻ നമ്മുടെ ഈ തൗഹീദ് എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഈ ഗുണം, ഈ സ്വഭാവം നമുക്കെന്ത് കിട്ടും? പ്രതിഫലമായി കിട്ടും. മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും അവൻ മാത്രമാകുന്നു ആരാധ്യൻ, അവന് യാതൊരു പങ്കുകാരനുമില്ല എന്നും ആര് സാക്ഷ്യം വഹിക്കുന്നുവോ അതാരാണ്? നമ്മളാണ്, അല്ലേ? വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണ് എന്ന് ആര് സാക്ഷ്യം വഹിക്കുന്നുവോ അതാരാണ്? നമ്മളാണ്. വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസ അള്ളാഹുവിൻ്റെ അലൈഹിസ്സലാം, ഈസ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് വിശ്വാസം ആര് വഹിക്കുന്നുവോ, സാക്ഷ്യം വഹിക്കുന്നുവോ, അതും നമ്മളാണ്. കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു, മറിയമിലേക്ക് അയച്ച അള്ളാഹുവിൻ്റെ റൂഹാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് ആര് വിശ്വസിക്കുന്നുവോ, വഅന്നൽ ജന്നത വന്നാറ ഹഖുൻ, സ്വർഗവും നരകവും യഥാർത്ഥം തന്നെ, സത്യം തന്നെ, അതിൽ യാതൊരു ശ്രദ്ധിക്കണ്ടോ സംശയവുമില്ല എന്നാര് സാക്ഷ്യം വഹിക്കുന്നുവോ, അദ്ഖലഹുല്ലാഹു മിൻ അബ്വാബിൽ ജന്ന അസ്സമാനിയതി ശാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ 8 കവാടങ്ങളിലെ ഏത് കവാടങ്ങളിലൂടെയും അവന് പോകാൻ അനുമതി നൽകും, അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. കിട്ടണ്ടേ? വേണ്ടേ? വേണം. അതിനാണ് ഇപ്പോൾ ഈ അധ്വാനങ്ങൾ മുഴുവൻ. ഇവിടെ ശ്രദ്ധിക്കണം കാര്യം. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തരുന്ന മാർഗ്ഗമാണ് ഈ വക കാര്യങ്ങളെല്ലാം സന്ദേഹമില്ലാതെ സംശയമില്ലാതെ വിശ്വസിക്കുക. മറ്റൊന്ന് തൗഹീദു അഅ്ളമു അസ്ബാബി തൗഹീദു യഗ്ഫിറുല്ലാഹു ബിഹി ദുനൂബ വയുകഫിറു ബിഹി സയ്യാത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു പാപങ്ങൾ മുഴുവനും അവൻ പുറത്തു തരും. മറ്റൊന്ന് അത്തൗഹീദ് യുസഹിലു അലൽ അബ്ദി ഫിഅലൽ ഖൈരി വതർക്കിൽ മുൻകറാത്തി, നന്മകൾ കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് തൗഹീദാണ് തരുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള തിന്മകൾ, അതിൽ നിന്ന് മാറി നിൽക്കാൻ, ചീത്തവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പ്രചോദനമേകുന്നതും ആരാണ്? എന്താണ്? ഈ തൗഹീദാണ്. തൗഹീദുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും അല്ലേ, സുബ്ഹാനല്ലാഹ്, ഇത്രയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റബ്ബിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ചെയ്ത് കഴിയുമ്പോഴുള്ളൊരു ഓർമ്മ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു കാര്യമാണത്. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പടച്ചവനെ ഓർക്കാനുള്ളൊരു കഴിവ് അത് ഈ തൗഹീദ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരെങ്കിലേക്ക് ആലോചിക്കുക അല്ലേ, വേറെ ആരെങ്കിലുമൊക്കെ ആലോചിക്കുക. ആർക്കെങ്കിലുമൊക്കെ നേർച്ച ചെയ്താലോ, ആരെങ്കിലും മധ്യസ്ഥന്മാരായി സ്വീകരിച്ചാലോ ഒക്കെ മെല്ലെ രക്ഷപ്പെടാമെന്ന്. ഇക്കാര്യത്തിൽ അതില്ല. നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രചോദനം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ തൗഹീദി വചനം നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന് അത്തൗഹീദ് യുഖഫിഫു അനിൽ അബ്ദിൽ മകാരിഹ വയുഹവ്വിനു അലൈഹിൽ ആലാമ വൽ മസായിബ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ തൗഹീദാണ് ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാവിധ വിപൽഘട്ടങ്ങളിലും നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നത്. പടച്ചവൻ എന്നെ കൈവിടൂല, മനസ്സിലാ, പടച്ചവൻ എന്നെ കൈവിടുകയേ ഇല്ല എന്ന ബോധം. കാരണം റബ്ബിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവൻ്റെ ശക്തിവിശേഷങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, അടിമകളോടുള്ള അവൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അവൻ്റെ വിട്ടുവീഴ്ചയെ സംബന്ധിച്ചറിയാം, ഒക്കെ അറിയാം. അപ്പം അതുകൊണ്ട് അവനിലേക്ക് കൈയും കൽബും ഉയർത്തുന്നുവോ അവൻ ആശ്വാസം നൽകും, സമാധാനമേകും. ഒരു സംഗതിയിലും മുവഹിദാണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ബേജാറാവേണ്ടതില്ല. എല്ലാ പ്രതിസന്ധികളും അകലും. ആ രംഗങ്ങളിൽ പ്രയാസരഹിതമായ ഒരു ജീവിതം വന്നു ഭവിക്കും, ഹൃദയത്തിന് ശാന്തി ലഭിക്കും, സമാധാനമുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും റബ്ബിനെ ഓർക്കുമ്പോഴാണ്, അവനെ സ്മരിക്കുമ്പോഴാണ്, അവനിൽ ഹൃദയമൂന്നുമ്പോഴാണ് ഹൃദയങ്ങൾക്കൊക്കെ എന്ത് കിട്ടുന്നത്? സമാധാനം കിട്ടുന്നത്. വേറെ എവിടെ നിന്നും കിട്ടില്ല, മനസ്സിലാകും. ഒരു സംഘടനയിൽ നിന്നും കിട്ടില്ല, ഒരു സമുദായത്തിൽ നിന്നും കിട്ടില്ല. പരമമായ ആത്യന്തികമായ സമാധാനം ആരിൽ നിന്ന് കിട്ടൂ? അള്ളാനെ ഓർക്കുമ്പോൾ അവൻ തരാണ്, അവനത് തരാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വലിയ പ്രതിസന്ധിയിലാണോ? ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ പ്രയാസങ്ങൾ, വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും സമാധാനമുണ്ടോ? സമാധാനമുണ്ട്. അത് ചോദിച്ചു വാങ്ങിയാണോ?
ചോദിച്ചു വാങ്ങിയാണ്, ചോദിക്കാതെ ഓൻ തരിക. പടച്ചോൻ തന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് കിട്ടിയ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന് കിട്ടിയിട്ടുള്ളതെല്ലാം നമ്മൾ നിസ്കാര സമയം ചോദിച്ചു വാങ്ങിയതാ ആണോ? ഒന്നുമല്ല. നമ്മൾ ചോദിക്കണേൽ കുറേ സംഗതിയുണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാ സമയത്തും ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിലപ്പുറം നമ്മൾ ചോദിക്കാറില്ല. എന്നാലോ അതല്ലാത്ത എത്ര എത്ര അനുഗ്രഹങ്ങളാണ് പടച്ചോനെ ചോദിക്കാണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ അതാണ് ശാന്തി സമാധാനങ്ങൾ റബ്ബിൽ നിന്ന് അവൻ നൽകും, നമുക്ക് ലഭിക്കും. എപ്പോൾ? അവനെ മാത്രം ആരാധിക്കുന്ന, അവനെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഗുണം, ഒരു സ്വഭാവം നമ്മളിൽ എപ്പോഴും അടിസ്ഥാനപരമായി ഉണ്ട് എങ്കിൽ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, അടിമകളെ അറിയുന്നവനാണ്, അടിമകളോട് വിട്ടുവീഴ്ച ഉള്ളവനാണ്. അവനിലേക്ക് കൈനീട്ടിയാൽ അവൻ എന്തും നൽകും. ചോദിച്ചോളൂ, തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാൽ മാത്രം മതി. റബ്ബ് സുബ്ഹാനഹു വ തആല മുവഹിദുകളായി ജീവിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവനിൽ യാതൊരാളെയും യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുന്ന മുവഹിദുകളായി നമ്മളെ ജീവിപ്പിക്കട്ടെ. നമ്മിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ അപാകതകളും നമുക്കവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ശാന്തിയും സമാധാനവും അവനേകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയ്യാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.